ഇവിടെ ജയസൂര്യൻ പറയുന്നത് കേട്ടാൽ തോന്നുക കേരളത്തിൻ്റെ കയ്യിൽ മാത്രമാണ് ഈ പറയുന്ന ദുരിതാശ്വാസ ഫണ്ട് ബാക്കിയുള്ളതെന്നാണ്. ഈ ഇന്ത്യ ഗവൺമെൻറ് അതിൻ്റെ മൂന്നാമത്തെ ഗഡു ഇന്ത്യയിൽ എവിടെയും കൊടുത്തിട്ടില്ല. ബീഹാറിൻ്റെ കയ്യിലുണ്ട് ഇഷ്ടം പോലെ പണം, തെലങ്കാനയുടെ കയ്യിലുണ്ട് ഇഷ്ടം പോലെ പണം, ആന്ധ്രയുടെ കയ്യിലുണ്ട് ഇഷ്ടം പോലെ പണം, തമിഴ്നാടിൻ്റെ കയ്യിലും ഇഷ്ടം പോലെ പണമുണ്ട്. പക്ഷെ അവർക്കെല്ലാം കൊടുക്കാം. കേരളത്തിൽ ഈ പൈസയുടെ കണക്കൊക്കെ പറഞ്ഞിട്ട് കൊടുക്കില്ല എന്നല്ലേ? വയനാടിന് ഒറ്റ പൈസ കൊടുക്കാൻ സന്നദ്ധമല്ല എന്ന കാര്യം മാത്രം പറഞ്ഞാൽ മതി ബി ജെ പിക്കാർ. അല്ലാതെ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളെ പോലെ തന്നെ കേരളത്തിന് നാലാമത്തെ വീട് കിട്ടിയിട്ടില്ലല്ലോ, ഇനി പൈസ തരുമല്ലോ. അത് 2025 മാർച്ച് മാസം 31 വരെ ഉണ്ടാവുന്ന ദുരന്തങ്ങൾക്ക് ചെലവഴിക്കാൻ ധനക്കമ്മീഷന്റെ നിർദ്ദേശമനുസരിച്ച് കൊടുക്കുന്ന പണമാണ്. അത് വയനാടിൻ്റെ ഫണ്ടൊന്നുമല്ല. ആ ഫണ്ട് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകൾക്കും ഇപ്പോൾ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റുകൾക്കും ഉണ്ട്. അവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നോക്കണ്ട. പിന്നെ ലീഗ് ഈ സ്ഥലം കൊടുക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഷാഫി പറഞ്ഞതിനെ സംബന്ധിച്ചാ സ്ഥലം എടുക്കുന്നതിനെ സംബന്ധിച്ച് ഇവിടെ അദ്ദേഹം പറഞ്ഞല്ലോ, നിങ്ങൾ സ്ഥലം വാങ്ങുന്നതിന് കൃത്യമായിട്ട് പൈസ കൊടുക്കേണ്ടതില്ല. കാരണം സ്റ്റേറ്റ് ഗവൺമെന്റ് സ്ഥലമാണ്, സ്റ്റേറ്റ് ഗവൺമെന്റ് നേരത്തെ ലീസിന് കൊടുത്ത സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അതിന് പൈസ വീട് കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് എടുക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് പിന്നെ അവർക്ക് നിങ്ങൾ മിണ്ടായിരിക്കുന്നത്, നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടല്ലോ, അവിടെ എഴുതി വെക്ക്. നിങ്ങൾക്ക് സമയം കിട്ടിയാൽ പറഞ്ഞാൽ മതി. നിങ്ങളാ പറഞ്ഞത് നിങ്ങൾ പൈസ കൊടുത്തിട്ട് വേണ്ടിയ സ്ഥലം വാങ്ങാൻ. അത് നിങ്ങൾ ഇപ്പൊ പറയണ്ടെന്ന്, നിങ്ങൾക്ക് പറയാനുള്ള എഴുതി വെക്കുന്ന ചർച്ചയല്ലേ? വീട് വെച്ചു കൊടുക്കുമെന്ന് പറഞ്ഞല്ലോ. ലീഗ് വീട് വെച്ചു നെഗോഷിയേഷൻ നടത്തേണ്ട കാര്യമില്ല. ഞാനതാ പറഞ്ഞത്, നെഗോഷിയേഷൻ നടത്തേണ്ട കാര്യമില്ല. ഞാൻ പറയുന്ന സ്മൃതി ഞാൻ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ ഓൺ ചെയ്യും. CPM-ന് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്, ഞാൻ ഓൺ ചെയ്യും. ഇവിടെ ഇപ്പോൾ ലീഗിന് വേണ്ടി സംസാരിക്കുന്ന ആൾ പറഞ്ഞിരിക്കുന്നു പണം കൊടുക്കണം, അവർക്ക് പണം കൊടുക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഗവൺമെന്റ് ലാൻഡാണ്, ലീസിന് കൊടുത്തതാണ്. ലീസ് പീരീഡ് തോമസിനോട് ഇതേ പണം നിങ്ങൾ എന്തിനാ നെഗോഷിയേറ്റ് ചെയ്യുന്നേ? പൈസ കൊടുക്കാനില്ലാത്ത നെഗോഷിയേറ്റ് ചെയ്യുന്നേ? പൈസ കൊടുക്കാൻ എത്ര വേണമെന്നുള്ളതല്ലേ നെഗോസിയേഷൻ. പൈസ കൊടുക്കാൻ ഇത്ര പൈസ തരും. സർക്കാരിന്റെ സ്ഥലം സർക്കാർ ആവശ്യത്തിന് എടുക്കുമ്പോൾ ഒരു നെഗോസിയേഷൻ നടത്തേണ്ട കാര്യമില്ല, എടുക്കുക തന്നെയാണ് വേണ്ടത്. പിന്നെ നിങ്ങൾക്ക് പൈസ കൊടുക്കണം അഭിപ്രായം എടുക്കില്ല, അത് നിങ്ങളുടെ അഭിപ്രായം. അങ്ങനെ പറഞ്ഞില്ലെന്നേ, ഈ പറയാത്ത വാക്കിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ പോയിന്റ് പറയും. സ്മൃതി ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്ക്. പണം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല, നെഗോഷിയേറ്റ് ചെയ്യണമെന്നാ പറഞ്ഞത്. നിങ്ങൾ റീവൈൻഡ് ചെയ്ത് നോക്കിക്കോ. ഞാൻ കേട്ടതല്ലേ, പണം കൊടുക്കൂ എന്ന് പറഞ്ഞിട്ടില്ല. അവര് പൈസ കിട്ടണമെന്ന് പറയും. അതേന്ന് നെഗോഷിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ അർത്ഥം എന്താ? പൈസ കൊടുക്കണം എന്ന് അവരും പൈസ തരേണ്ട കാര്യമില്ല. ഞാൻ ലീഗിനെ ലീഗിനല്ലല്ലോ മറുപടി, കേന്ദ്രത്തിനുള്ള മറുപടി കൊടുക്കൂ. ശ്രീ എം പ്രകാശൻ, നിങ്ങൾക്ക് പണം തരാത്തവരെ കുറിച്ച് പരാതിയില്ല എന്നാണ്. അതിലേക്ക് വരൂ ശ്രീ എം പ്രകാശൻ. ഇവിടെ വിവിധ സംസ്ഥാനങ്ങളായി നൽകിയ 1280 കോടി അതിവിടെ കിടക്കുകയാണെന്നാണ് പറയുക. ഓരോ കുടുംബത്തിനും ഓരോ കോടി കൊടുക്കാനുണ്ടെന്നാണ് ശ്രീ ജയസൂര്യൻ പറഞ്ഞത്. അതിന് മറുപടിയില്ലേ? അല്ല, കേന്ദ്രത്തിനെതിരായിട്ട് റിപ്പോർട്ടറിൽ നിന്ന് ചർച്ച ചെയ്യുന്നത് കാര്യമില്ലെന്ന്. കേന്ദ്രത്തിനെതിരായിട്ട് ലക്ഷങ്ങൾ പങ്കെടുത്ത സമരങ്ങൾ നടത്തി. അതാ ഞങ്ങൾ പ്രതികരണം. അല്ലാതെ അത് റിപ്പോർട്ടർ ഇതിന്റെ വർത്തമാനം പറയല്ല. അല്ലാതെ ഓരോ കുടുംബത്തിനും കൊടുക്കാൻ ഓരോ കോടി വീതം കൊടുക്കാനുള്ള തുക ഇതിനകം ഉണ്ട് എന്ന് പറയുന്നതിന് മറുപടിയില്ലേ? അത് ഉപയോഗിക്കുമല്ലോ. ഞാൻ പറഞ്ഞല്ലോ, 2 പഞ്ചായത്തുകൾക്കായിട്ട് ഏതാണ്ട് 3000 കോടിയുടെ പദ്ധതിയാകുമെന്ന് നടപ്പാക്കാൻ പോന്നേ. ആ പദ്ധതിയുടെ പൈസ ഇവിടെ വരെ തരുമോ? 2221 കോടി ഉറുപ്പികയുടെ പദ്ധതിയും അതുപോലെ 98 കോടിയുടെ മറ്റൊരു പദ്ധതി 2 പഞ്ചായത്തിൽ നടപ്പാക്കാൻ പോവാണ്. അത് നടപ്പാക്കുന്നതിന് വേണ്ടി പണം ഉപയോഗിക്കുകയും ചെയ്യും. ശരി, നാളെ ഏതായാലും ഒരു കണക്കിൽ വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കാം. ശ്രീ എം പ്രകാശൻ, നാളെ ഹൈക്കോടതിയിൽ കിട്ടേണ്ട തുക എത്ര എന്ന് കൃത്യമായി സംസ്ഥാനം പറയേണ്ടിയിരിക്കുന്നു. കൊടുക്കാൻ പോകുന്ന തുക എത്ര എന്ന് കേന്ദ്രവും പറയേണ്ടിയിരിക്കുന്നു. നാളെ നോക്കാം. ചൂരൽമല മുണ്ടക്കൈ നിവാസികൾ ഉറ്റുനോക്കുകയാണ് എപ്പോഴാണ് ഈ സഹായം കിട്ടുക എന്ന്. നമുക്ക് നോക്കാം. വളരെ
ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.